വെൽക്കം ബാക്ക് ടു ഷെറാഷ് ക്രിയേഷൻ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തക്കാളി സാദമാണ് കേട്ടോ. അതായത് ടൊമാറ്റോ റൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിനൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ആ ഗീ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കരയാമ്പും അതുപോലെ തന്നെ പെരിഞ്ചീരകവും പിന്നെ ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല മണത്തിന് വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതേ സമയം തന്നെ നമുക്ക് ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെക്കാം. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ നാരങ്ങനീരും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ കടിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 പച്ചമുളക് ഇതിനകത്തേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2-3 വറ്റൽമുളക് ചീന്തിയത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടല ഉണ്ടല്ലോ, കപ്പലണ്ടി, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഇതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിനി ചേർത്ത് കൊടുക്കാം അതിലേക്ക്. നമ്മളത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. അത് നമുക്കൊരു 3 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിലർ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതായത് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർക്കാം. അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അത് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് തരുന്നത്.
ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തക്കാളി ചോറ് ശരിയായിട്ട് വരും. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ ടോപ്പിൽ നമുക്ക് കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഫ്ലേവർ തന്നെയാണ് അത് തരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നല്ല മണമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഞാൻ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിൽ വെള്ളം. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെയോ അതുപോലെ സോസ് കൂട്ടിയിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.